പഞ്ചാബിലെ അതിർത്തി മേഖലയിലെ സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ്. ചണ്ഡീഗഡ്, അമൃത്സർ, തരൻ തരൻ എന്നിവിടങ്ങളിലെ സ്കൂളുകൾ ഇന്ന് തുറക്കുമെന്നാണ് അറിയുന്നത്. അമൃത്സറിൽ നമ്മുടെ പ്രതിനിധി വിനീത കാത്തു നിൽക്കുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, അതിർത്തിയിലെ പള്ളിക്കൂടങ്ങളൊക്കെ ഇന്ന് തുറക്കുന്നു. സന്തോഷമുള്ളൊരു കാര്യം, പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. പഞ്ചാബ് പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നു മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്കൂളുകളും ഒക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിൽ ഈ നഗരമേഖലകളിലും ഒപ്പം തന്നെ മറ്റ് മേഖലകളിലും ഒക്കെ ജനജീവിതം സാധാരണ നിലയിലായത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ആ സമയത്തും അതിർത്തി മേഖലകളിലേക്കടക്കം വലിയ നിയന്ത്രണങ്ങളും ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവധിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് മുതൽ ഈ അതിർത്തി മേഖലകളിലേക്ക്, അതായത് തരൻ ഒപ്പം തന്നെ അമൃത്സർ, ചണ്ഡീഗഡ് ഉൾപ്പെടെയുള്ള ഈ അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഒപ്പം ഈ ഫാസിൽക്ക, ഫിറോസ്പൂർ എന്നീ രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയായിരിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അട്ടാരി ഉൾപ്പെടെയുള്ള ഈ ബോർഡറുകളിൽ ഇപ്പോഴും നിയന്ത്രണം തുടരുകയാണ്. ഗ്രാമമേഖലകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പാകിസ്ഥാനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അതിർത്തി പങ്കിടുന്ന ഗ്രാമമേഖലകളിലേക്കൊക്കെ നമ്മൾ ഇന്നലെ പത്താൻകോട്ടിലൊക്കെ തന്നെ പോയിരുന്നു. അവിടെയൊക്കെ ആളുകൾ തിരിച്ച് മറ്റ് മേഖലകളിലേക്കൊക്കെ പോയ ആളുകളാണ്. അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വീടുകളിലേക്കൊക്കെ മാറിയ ആളുകളാണ്. അവർ തിരിച്ച് അവരുടെ ഗ്രാമങ്ങളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. ജനജീവിതം പൂർണ്ണമായും ഒരു സാധാരണ നിലയിലേക്ക് മാറുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാർട്ടീഷൻ മ്യൂസിയത്താണ്. നമുക്ക് അതിൻ്റെ മുന്നിലേക്കൊക്കെ നിൽക്കുമ്പോൾ ആളുകളൊക്കെ രാവിലെ ഇവിടെ എത്തുന്നുണ്ട്. അവർ വ്യായാമം ചെയ്യുന്നതിനുമൊക്കെയായി ഈ മേഖലകളിലേക്ക് വരികയാണ്. പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ ഇവിടെ വരുമ്പോൾ പൂർണ്ണമായും വിജനമായി കിടന്നിരുന്ന ഒരു മേഖലയാണ്. ഒപ്പം ഇത് വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്നൊരു സമയം കൂടിയാണ് ഈ കാലമെന്നാണ് ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരൊരു പ്രതീക്ഷയുടെ നാളുകളിലേക്ക് കൂടി കടക്കുകയാണ് എസ്കെൻ. കാരണം ഈ കടകളൊക്കെ തന്നെ അടഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ കനത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയൊരു സാഹചര്യമുണ്ട്. എനിക്ക് പിന്നിലായി കാണുന്നത് ഹാൾ ബസാറാണ്. ഒരു പ്രാചീനമായിട്ടുള്ള ഒരു ബസാറാണത്. നിരവധി കടകളുണ്ട് അവിടെ. ഈ പഞ്ചാബുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ആഭരണങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ ഹാൾ ബസാറിൽ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ നിരവധി കൊച്ചു കടകളുണ്ട്. അത് ഏതാണ്ട് വർഷങ്ങളോളമായി അവിടെ വ്യാപാരം നടത്തുന്ന ആളുകളൊക്കെയാണ്. അവരുടെ തലമുറകാരൊക്കെ ഇപ്പോഴും അവിടെ ഇങ്ങനെ ആ പാരമ്പര്യം ഇങ്ങനെ തുടർന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ കടകളൊക്കെ ഒരു അല്പസമയത്തിനകം അത് വീണ്ടും സജീവമാവുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ആശങ്കയിലൊക്കെ നിന്നൊരു മേഖലയാണ്. ഇങ്ങനെ ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. ഇന്നു മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു വിനീത വിജി.